അങ്ങനെയിരിക്കെ വീട്ടിൽ നിന്നും അച്ഛൻ്റെ സ്ഥിരം ലഭിക്കാറുള്ള നീണ്ട ഉപദേശവും കേട്ട് ഭ്രാന്ത് പിടിച്ച് ഓരോന്ന് ചിന്തിച്ച് നടന്ന് കഷ്ടിച്ചാണ് ഒരു വിധത്തിൽ ബസ് പിടിച്ചത്. ദിവസേന വീട്ടിലുണ്ടാകുന്ന അടിയും വഴക്കും എല്ലാം കൂടെ ആലോചിച്ച് അങ്ങനെ ഇരുന്നു. കണ്ണിൽ നിന്നും അറിയാതെ ഉതിർന്ന കണ്ണുനീർ തുള്ളി കയ്യിലെ തുവാല കൊണ്ടൊപ്പിയപ്പോഴായിരുന്നു ആ ചോദ്യം. താൻ ഓക്കെ അല്ലടോ? സത്യത്തിൽ ഒന്ന് ഞെട്ടിപ്പോയി. കാലങ്ങളോളമായി അങ്ങനെ ഒരു ചോദ്യം അറിയാതെ പോലും അവൾ ആഗ്രഹിച്ചിരുന്നു. ചെറുതായൊന്ന് വലത്തോട്ട് തല ചരിച്ചു നോക്കി. തന്റെ തൊട്ടടുത്ത സീറ്റിലിരിക്കുന്ന ചെറുപ്പക്കാരനായിരുന്നു ആ ചോദ്യം എറിഞ്ഞത്. 10-25 വയസ്സ് പ്രായം കാണും. ചെറിയ വികാരഭരിതമായ കണ്ണുകൾ, ഭംഗിയായി ഒതുക്കി ചീവി വെച്ച മുടി, ചുണ്ടിലെ വിരിഞ്ഞ നിഷ്കളങ്കമായ പുഞ്ചിരി. ആ ചിരിയെ കൂടുതൽ ഭംഗിയാക്കാൻ വിധം മുല്ലപ്പൂ മൊട്ട് പോലത്തെ പല്ലുകൾ, വിരിഞ്ഞ മൃദുലമായ അധരങ്ങൾ കറുത്ത കട്ടിമീശി ചെറുതായി പിരിച്ചു വെച്ചിരിക്കുന്നു. എന്തോ കണ്ട മാത്രയിൽ അറിയാതെ ഒരു നിമിഷം അവൾ അവനെ ഒന്ന് മിഴിച്ചു നോക്കിപ്പോയി. പിന്നീട് മനസ്സിലാകാത്ത വിധം പെട്ടെന്ന് നോട്ടം പിൻവലിച്ചു. ചോദ്യത്തിന് മറുപടി ഒന്നും ലഭിക്കാത്തത് കൊണ്ട് അവൻ അവളുടെ മുഖത്തിന് മുന്നിലൂടെ ഒന്ന് കൈ വീശിയ ശേഷം ഒന്നും കൂടെ ചോദിച്ചു. ഹലോ, തന്നോട് തന്നെയാ ചോദിച്ചേ, താൻ ഓക്കെ അല്ലേ?